പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നീക്കുവാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇവിടെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. നമ്മളിന്ന് ഉടമ്പടി ഉപയോഗിക്കുന്ന നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ, നിന്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന്. അതിന് നേരത്തെ നാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ദൈവ പരിപാലന എന്ന പ്രൊവിഡൻസ്. അത് സാധാരണ ആൾക്കാർ അങ്ങനെ പറയണം, വെച്ചാൽ ഡിവോയിഡ് ഓഫ് എനി ഫിസിക്കൽ മെറിറ്റ്സ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായ ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോൾ, എന്നിട്ടും അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയണതാണ് ഇത് ദൈവപരിപാലനയാണെന്ന് പറയും. ദൈവപരിപാലന എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവപരിപാലന എന്ന് പറയണതും ഇന്ന് കൃപയെന്ന് പറയണതും ഈ രണ്ടും കണ്ടൻറ്റ് വൈസ് ഒന്നാണ്. പിന്നെ ആപ്ലിക്കേഷൻ വൈസ് ദൈവപരിപാലന ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ഏകപക്ഷികമായ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കൃപ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിന് നീതീകരിക്കുന്ന ഗാഠമായ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പദ്ധതി അനുസരിച്ചുകൊണ്ട് ദൈവപ്രസാദം കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യത്തെ കൃപ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിലാണ്. അങ്ങനെ പറയണത്
കൃപ പറഞ്ഞപ്പോൾ മേൽകൃപയെന്നും കൂടി വാക്ക് പറഞ്ഞായിരുന്നു. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുക. അപ്പൊ ഈ കഴിവാണ് കൃപയായിട്ട് പിന്നീട് യോഹന്നാൻ 1:12 കഴിവെന്ന് പറഞ്ഞ സംഭവമാണ് ശരിക്കും പറഞ്ഞ യോഹന്നാൻ 1:16 കൃപയെന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ പവറാണ് ശരിക്കും. ഇത് നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാമല്ലോ. ചില ആൾക്കാർക്ക് കൃപ കുറവും, കുറച്ച് പേർക്ക് കൂടുതലും വരാൻ കാര്യം എന്താണ്? അത് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിക്ക് ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും ഒരേ റിസൾട്ടല്ലല്ലോ. ഇന്നൊരു സാക്ഷ്യമുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞ അദ്ദേഹം സ്പെയിനിലാണ് വർക്ക് ചെയ്യണത്. അവിടെയൊക്കെ ചെന്ന് അദ്ദേഹം ആ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ജോലി അദ്ദേഹം കിട്ടണില്ല. 54 വയസ്സായിട്ടുണ്ട്. ഇയാൾ ചെയ്യണ വർക്കെന്ന് പറയണത് ഇപ്പം അത് ജോലി കിട്ടിയോണ്ട് അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞത്. അല്ല, വർക്ക് എന്ന് പറയണത് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് സ്പാനിഷ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്തിനാണ്? ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി സ്പെയിൻകാരുണ്ട്. അപ്പോൾ ഈ സ്പാനിഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എന്താ ചെയ്യണത്? ഇങ്ങേർക്ക് മുറി സ്പാനിഷ് അറിയാൻ പാടുള്ളൂ. ആ അറിയാവുന്ന സ്പാനിഷ് വെച്ചുകൊണ്ട് ഇയാൾ കൃപാസനം എന്ന് പറയുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷീകരണ സ്ഥലമാണ്. അതിലേക്ക് ഒത്തിരിയേറെ മനുഷ്യർ കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. ഈ പത്രം തരുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് ഈ സ്പാനിഷ് ഭാഷയിൽ ഈ പത്രത്തിൽ എഴുതി വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തർക്കും പത്രം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനകത്ത് കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, സിൻസിയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാലും നമുക്കൊരു സൈദ്ധാന്തിക ഐഡിയോളജിക്കൽ ഫെയ്ത്ത് കാണാം. പക്ഷേ ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ല. പുല്ല് തിന്നുന്ന പശു എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് പുറത്തുള്ള പശുവാണ്. അതെന്ന് വെച്ചാൽ മിക്കവാറും പ്രവർത്തികളാണ് വരണത്. പ്രവർത്തികളെന്ന് പറയുമ്പോൾ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൊണ്ട് ഈ കഴിവ് വർദ്ധിക്കും. ഉടമ്പടി നമ്മൾ ചെയ്യണ ഇതാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്ന് പറഞ്ഞില്ലേ? ആ കഴിവ് തന്നെയാണ് 1:16 വരുമ്പോൾ കൃപയായിട്ട് നമുക്ക് യോഹന്നാൻ വിശദീകരിച്ച് തരണത്. അപ്പോൾ ഈ കഴിവ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ സ്പെയിൻകാരന് ഇപ്പോൾ ഈ മലയാളി സ്പാനിഷ് ചെന്നിട്ട് ആ സ്പെയിൻ ഭാഷ പഠിച്ചിട്ടു കൃപാസനം പത്രം സ്പെയിൻകാർക്ക് കൊടുക്കുമ്പോൾ സ്പാനിഷ് ഭാഷയിൽ കൃപാസനത്തെയും കൃപാസനം മാതാവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. അയാളുടെ ജോലി അയാൾ പറഞ്ഞു കേൾക്കണം. അയാൾ പറയണ എൻ്റെ ഈ പ്രായത്തിന് ഞാൻ ചിന്തിക്കാത്ത അത്രയും ശമ്പളത്തിലാണ് അമ്മ എന്നെ പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെ പ്ലേസ് ചെയ്യാതിരിക്കും? കാര്യം കൃപയ്ക്ക് മേൽകൃപയല്ലേ വരണത്. ഇതുകൊണ്ടാണ് ഈ ഇഡിയറ്റ്സിനോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉടമ്പടി ചെയ്യാൻ. ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവത്തിൽ ഉടമ്പടി ചെയ്ത വർക്കുകൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുക, ഒപ്പിച്ചുണ്ടാക്കുക, ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കരുത് എന്നുവെച്ചാൽ. പക്ഷേ ഇതുപോലെ സത്യസന്ധമായിട്ട് ദൈവത്തിന് ഒരിക്കൽ നമ്മൾ സത്യസന്ധരാണെന്ന് തോന്നിയ കാര്യം, സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യസന്ധനായിരിക്കും. അപ്പം അങ്ങനെ ഒരാളെ ദൈവത്തിന് ഒരിക്കൽ സത്യസന്ധനായി തോന്നിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് മാനുഷികമായ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉടമ്പടി ഒന്ന് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവമാണെങ്കിൽ സത്യം എന്നല്ലേ ഈശോ പറഞ്ഞില്ലേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പം ദൈവത്തിന് ഈ സത്യമുള്ള ഒരാളെ കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. സത്യമുള്ള ഒരാൾ. കാര്യം നമുക്ക് ഭയങ്കര പാടാണ് ഈ ഒരാളെ കിട്ടാൻ.
ഒരു വലിയ പാടാണ്. ഈ മാതാവിനെ തന്നെ 4000 ലേഡീസിന് എത്രയോ 4000 കൊല്ലം എടുത്തിട്ടാണ് ഈ ലേഡീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവസാനം കന്യാമറിയത്തിലേക്ക് ദൈവം വരണത്, ഈ വലിയ റെഡിയും പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. 4000 കൊല്ലത്തെ അഭിമുഖങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. കാര്യം ഇതിനൊരു മോഡലുണ്ടല്ലോ. ദൈവം ആദ്യമേ തന്നെ ഈ രക്ഷകൻ്റെ അമ്മയുടെ യോഗ്യത പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ. ആ ഒരാൾ പരുവപ്പെട്ടൊരാളെ കിട്ടണമെങ്കിൽ 4000 കൊല്ലം എടുത്താൽ പറയണം. അപ്പോൾ ദൈവമാണെങ്കിൽ ഒരാളെ നമുക്കെപ്പോഴും മുമ്പ് നമ്മുടെ വിശ്വാസം ഉയർത്തുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഷോർട്ട് കട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയുള്ള ഒരാളായി ദൈവത്തിന് മനസ്സിലാകണം. അത് ഭയങ്കര വിജയമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗേഹത്തിൽ ആര് വസിക്കുമെന്ന് ചോദിച്ചിട്ട് കുറേ കാര്യം പറയുന്നില്ലേ. കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും അതാണ് നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. ഇതാണ് ഈ ഒരു സങ്കീർത്തനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം, ഈ 15-ാം സങ്കീർത്തനം. എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കഴിവിങ്ങനെ, ഇപ്പോൾ യോഹന്നാൻ 1:12 കഴിവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളെന്ന് പറഞ്ഞാൽ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ പലതരം മക്കളില്ലേ. കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്, കൃപയ്ക്കുമേൽ കൃപ കിട്ടിയവരുണ്ട്. അപ്പോൾ ഈ ഒരു മുന്നേറ്റതൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഓർത്തേക്കണം. അപ്പം നല്ല കഴിവുള്ള മക്കളാകാൻ 15-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് നമ്മളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. എല്ലാ ചിന്തയും എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ചിന്തയും പുറമേയുള്ള ചിന്തകളെല്ലാം ഇതിലിരുന്ന് പുറത്തുപോയ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എന്താവും അതെല്ലാം ചിന്ത മാറ്റിവെച്ചു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഉടമ്പടിക്ക് വരുമ്പോൾ തന്നെ അത് ദൈവം വിളിക്കാതെ നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. അത് വിശ്വസിക്കുക. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും കുറേ തടസ്സങ്ങൾ കഴിഞ്ഞ് വന്നാലും ദൈവം വിളിക്കാതെ ഒരിക്കലും ഇങ്ങ് വന്നിട്ടില്ല. അപ്പോൾ ദൈവം വിളിച്ചെങ്കിൽ ദൈവം ആഗ്രഹിക്കുക നിങ്ങളെ സ്വന്തമാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെ തന്നെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. വേറെ കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും. ആവശ്യമില്ലാത്ത സങ്കടങ്ങളും
വിചാരങ്ങളും ഒന്നും ആയിരിക്കരുത്. ഒറ്റ കാര്യത്തിൽ സന്തോഷിക്കുക, അവസാനം എന്നെ ദൈവം വിളിച്ചല്ലോ, എനിക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം ഉടമ്പടി വഴി സ്വന്തം ആകാൻ സാധിച്ചല്ലോ, അത്രയും മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ കാര്യമാണ് നമുക്ക് ധ്യാനിക്കേണ്ടത്. ഇതിൽ സംഭവം പിശാച് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ തരും. സങ്കടമാണ് ആധിപത്യം ചെലുത്തുന്നത്. അപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ അതിൻ്റെ കൂടെ പേടി വരും. പേടി വന്നാൽ വിശ്വാസം പോവും. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ആദ്യം സംഭവിക്കുന്ന അതാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലവരിക്കും അത് മെക്കാനിക്കലായി പോകാറുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. മടി തോന്നിക്കും. മടിയില്ല, മനസ്സിൽ തോന്നിക്കും, എന്തിനാ ഇത് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കാലത്തെ എണീക്കാൻ താമസിക്കും. പിന്നെ അതൊരു കുറ്റബോധമാവും. പിന്നെ മുടങ്ങിപ്പോവും. ഇതുപോലെ പല തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടാവും. നമ്മൾ അത് വിട്ടുപോകും. പിന്നെ പ്രാർത്ഥിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, എങ്ങനെയും തീർത്താൽ മതി. ജപമാല ചൊല്ലാന്ന് പറയും, ഇപ്പോൾ വേണ്ട, പിന്നെ ആകാം. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേറൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്, മരിയൻ ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത എന്താ, കുറച്ച് ദിവസം നമ്മളെ ശീലമെല്ലാം വിട്ടുപോകും. നമ്മളെ ഹാബിറ്റ്സ് മാറിപ്പോവുകയാണ്. തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഈ വർക്ക്ഷോപ്പിൽ കുറേ ദിവസം യൂസ് ചെയ്യാതെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ എന്താകും, അതിൻ്റെ ബാറ്ററി ഡ്രെയിനായി പോവും. പിന്നെ എത്ര കീ ഇട്ടാലും അത് സ്റ്റാർട്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കാറ് ചിലർ കണ്ടിട്ടില്ലേ, കുറേ ദിവസം യൂസ് ചെയ്യാതെ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകില്ല, ബാറ്ററി ഡൗൺ ആവും, ഡ്രെയിനായി പോവും. അപ്പോൾ എന്താ ചെയ്യുക, ഉന്തി കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് കുറേ ദിവസം നമ്മളെ ശീലങ്ങളെല്ലാം മാറും. പ്രാർത്ഥിക്കില്ല, കുറച്ച് പ്രാർത്ഥിക്കും, മെക്കാനിക്കലാവും. നമുക്ക് തന്നെ ഒന്നും പണ്ടത്തെ പോലെ ഇല്ല എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. പണ്ട് ഞാൻ ദിവസവും കുർബാനയ്ക്ക് നേരത്തെ പോകും, അതൊരു ആകാംക്ഷയോടെ പോകും, സന്തോഷത്തിൽ പോകും. ഇപ്പം ലേറ്റാകും, എന്നാലും പോയിരിക്കും. ഇതൊരു മെക്കാനിക്കലായിപ്പോയി. അതിൻ്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവം നമുക്ക് കിട്ടാത്തതാണ്. ദൈവാനുഭവം താമസിക്കുമ്പോൾ നമ്മൾ പതുക്കെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥന കുറഞ്ഞു പോകും, ഡ്രെയിനായി പോവും. ബൈബിൾ വായന കുറഞ്ഞു പോവും. എന്തെങ്കിലുമൊക്കെ വായിക്കും. ചിലവരിക്കും, എല്ലാവർക്കും ഇല്ല ഞാൻ പറയണം, ചിലരിക്കെങ്കിലും ബൈബിൾ വായന നിർത്തിക്കളയും. വായിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ജപമാല ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കില്ല. അത് ഈശോ യോഹന്നാൻ 11:15 പറയുന്നുണ്ട്. ലാസറസ് രോഗിയായിരിക്കുമ്പോൾ ഈശോ അങ്ങോട്ട് ചെല്ലാത്തത്, ഈശോ പറയുക, ഞാൻ അവിടെ ഇല്ലാത്തത് അല്ലെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്തതാണ് ദൈവാനുഭവം ഇല്ലാത്തത്. അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തരുന്നത്. എല്ലാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാം നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെവിടെയാണ് വിശ്വാസം? എവിടെയാണ്? കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതെല്ലാം നമുക്ക് പ്രതികൂലം സംഭവിക്കുമ്പോഴാണ്
നമുക്ക് വിശ്വാസം. ദൈവം ഈ സാഹചര്യങ്ങൾ നമുക്ക് തരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അനുഭവം തരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടില്ല. അതിൽ വിശ്വാസത്തിൻ്റെ മാർക്ക് വളരെ കുറവ്, 5 മാർക്കാണ്. 100 മാർക്ക് കിട്ടുന്നത് നമുക്ക് അനുഭവം കിട്ടാതിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും അനുഭവം കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്താ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് അത് വിശ്വസിക്കേണ്ടത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? പുഷ് ചെയ്ത് കൊടുക്കും അല്ലേ, കുറച്ച് ഉന്തി കൊടുക്കണം. അപ്പോൾ ബൈ ഫോഴ്സ് ഉന്തണം. ബൈബിൾ വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, എപ്പോഴാണ് വായിക്കാൻ തോന്നുന്നില്ല ആ സമയത്ത് തന്നെ അപ്പം തന്നെ എടുത്തിട്ട് ഒരു 2 ലൈൻ വായിക്കണം. അത് സമാധാനത്തിൽ ഇരുന്നിട്ട് ശാന്തതയിൽ ഇരുന്ന്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വാതിലടച്ചിട്ട് ഒരു 2 ലൈൻ വായിക്കാൻ തുടങ്ങി. അത് 4 ആയിക്കോളും, പിന്നെ അത് 6 ആവും, 8 ആവും, അങ്ങനെ ആയിക്കോളും. അത് ചാർജ് ചെയ്ത് കൊടുക്കുന്ന ഇച്ചിരി നേരം വണ്ടി പോലും സ്റ്റാർട്ട് ചെയ്യാതെ, എന്തിനാ എക്സാമ്പിൾ വണ്ടി പറയണമെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകില്ല. ഉന്തി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ നിർത്തി വയ്ക്കും ചാർജായി കിട്ടാൻ. അപ്പോൾ ഈ ഒരു ശീലം, കാലത്ത് എണിക്കാൻ സാധിച്ചില്ല, 5:30 മണിക്ക് എണിക്കാൻ സാധിച്ചില്ല, കുറേ കാര്യം ഉണ്ടാവും, ന്യായീകരണം ഉണ്ടാവും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 5:30 മണിക്ക് എണിച്ചിട്ട് ഒരു 2 ആഴ്ച ശീലിക്കുക, പിന്നെ അതായിക്കോളും. ജപമാലം ചൊല്ലാൻ തോന്നിയില്ലെങ്കിൽ ഒരു 10 മണി ചൊല്ലി തുടങ്ങുക, പിന്നെ അതിൽ നിർത്ത്. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചൊല്ലണം. പക്ഷെ ബൈ ഫോഴ്സ്, ഇന്ന് ഞാൻ ചൊല്ലി തീർത്തിട്ടേ വേറെ എല്ലാം ചെയ്യും. ഞാൻ കുളിക്കാൻ പോകണമെങ്കിൽ അതിന് മുമ്പേ ഇത് ചൊല്ലും, ഒരു ജപമാല ചൊല്ലിയിരിക്കും. ഇന്നൊരു തീരുമാനം എടുക്കുക, അതൊരു 2 ആഴ്ച നിങ്ങൾ ചൊല്ല്, ചാർജായിക്കോളും. പ്രൈസ് ദി ലോർഡ്. നിന്നിരിക്കണം, പിന്നെ ചൊല്ലണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പിശാച് ചെയ്യുന്നത് വൈകുന്നേരം ചൊല്ലാം, ഇല്ല ഉച്ചയ്ക്ക് ചൊല്ലാം, ഇല്ല യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ചൊല്ലിക്കോളാം. നല്ല തിരക്ക്, പോകുന്ന വഴിക്ക് ചൊല്ലാം, ഒന്നും സാധിക്കില്ല. അത് ചെല്ലുന്നതൊക്കെ മെക്കാനിക്കലായി പോകും. ഒരു 15 മിനിറ്റ് മുമ്പേ എണിച്ചിട്ട് ബെഡ് ഇരുന്നതിനെ ചൊല്ലുക, ജപമാല ചൊല്ലുക, ബൈബിൾ വായിക്കുക. അങ്ങനെ ചിലവർക്ക് പിശാച് കൊടുത്തിരിക്കുന്നത്, ഞാൻ കുളിച്ച് പക്ക ക്ലീനായിട്ടാണ് ഞാൻ ചൊല്ലേണ്ടത്, കുളിച്ച് റെഡിയായി പൗഡറൊക്കെ ഇട്ട് ഫ്രഷായിട്ടൊക്കെ ചെയ്യേണ്ടത്. നോ. ആത്മാവ് കുളിക്കുന്നത് നിങ്ങൾ ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നത്, ശരീരത്തിലില്ല. അപ്പോൾ ആത്മാവ് കുളിക്കാൻ എന്ത് ചെയ്യണം? അനുദപിച്ചാൽ മാത്രം മതി. ഒന്നിരുന്ന്, ദൈവമേ ഞാൻ പാപിയാണ്, എനിക്ക് യോഗ്യതയില്ല, അത് ഓർത്തെടുക്കുക. നമ്മൾ ചെയ്ത വാക്കുകളും പാപങ്ങളെല്ലാം ചൊല്ലിക്കഴിയുമ്പോൾ ആത്മാവ് കുളിച്ച് കഴിഞ്ഞ് എന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് കുളിച്ച് റെഡിയായി പല്ല് തേച്ച് അങ്ങനെയൊന്നുമില്ല പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കുറേ അതിലെല്ലാം തടസ്സപ്പെടുത്തും. പിശാച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ വേറെ എന്തെങ്കിലും ജോലി കൊണ്ടും തരും, മാറിപ്പോവും. എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്, പലവരുടെയും പ്രാർത്ഥന മെക്കാനിക്കലായി പോകുന്നുണ്ട്. അത് ആത്മാർത്ഥതയോടെ ആ സമയത്ത് പ്രാർത്ഥന ചൊല്ലണം, അത് തടസ്സപ്പെട്ട് പോകരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കമിന്നതിൻ്റെയൊക്കെ കാരണം ചാർജ് പോയിട്ടാണ്. അതിനാർക്കെങ്കിലും ഉണ്ടാ? കൈപൊക്കാവോ? ദൈവം അനുഗ്രഹിക്കുന്ന. പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കിത് ഒരു 3-4 ദിവസമായിട്ട് തോന്നിയാൽ ഇത് പറയണമെന്ന്. അപ്പോൾ അത് എതിലാണ് തടസ്സം? അതേപോലെ ഈ ഉടമ്പടിയിൽ പത്രം കൊടുക്കാൻ, ഇന്ന് പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം. ഞാൻ പോയാൽ അവർ തല്ലുക. പലവരും, ഞാൻ ഈ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ചേച്ചി പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. അത് സുഖമല്ലേ? ഏറ്റവും സുഖമാണ്. കുർബാന കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുക. ആ കൊടുത്തവർക്ക് എല്ലാവരുടെ കയ്യിൽ പത്രമുണ്ട്, അതാണ് ഏറ്റവും രസം. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം ഉടമ്പടി എടുത്തവരാണ്. അപ്പം കടമ തീർക്കുക. അങ്ങനെ ഇല്ല. ഈശോ പറയണത്, ലോകം എല്ലാം ചെന്ന് നീ സുവിശേഷം അറിയിക്കുക. സ്വർഗത്തിലില്ല നീ സുവിശേഷം അറിയിക്കേണ്ടത്. ലോകം എന്താ? മനുഷ്യർ ഈശോനെ അറിയാത്തവരാണ് ലോകം. പ്രൈസ് ദി ലോർഡ്.
എന്നുവെച്ചാൽ വിജാതീയരില്ലാതെ വിശ്വാസികൾക്ക് കൊടുക്കേണ്ടെന്നില്ല പറയണം, അറിയാത്തവർക്ക് കൊടുക്കുക. അത് നോക്കണം. അതിന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഇത്രയും പത്രം എൻ്റെ കയ്യിലുണ്ട്, 50 പത്രമുണ്ട്, 50 പേരെ നീ എനിക്ക് തന്നിട്ടുള്ള മതി. ഒരു ദിവസം 2 പേരെ, അത് എപ്പോഴും നിങ്ങൾ പോകുന്ന ബാഗിലോ എൻ്റെ കാറിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാറിൽ ഫ്രണ്ടിലുണ്ടാവും, ഫ്രണ്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. കാറിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, ഈശോയെ നീ ആരെയാ കാണിച്ചു തന്നെ അവർക്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് കാണിച്ചു തരും. ചിലപ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്തവർ പോയി പറഞ്ഞാൽ തല്ലുകയൊക്കെ ചെയ്യും, നമ്മുടെ മുമ്പിൽ കീറുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷേ ഈശോ പറയാണ്, ഞാൻ എന്ത് ചെയ്യുക, ഗ്രോട്ടോടെ മുമ്പിൽ ഈശോ എപ്പോഴും പത്രോസ് ആണെങ്കിൽ പോലും, ഈശോ ആണെങ്കിൽ പോലും സൗഖ്യപ്പെടുത്താൻ അവനിൽ ചെറിയ വിശ്വാസം കണ്ടു കഴിഞ്ഞാൽ സൗഖ്യപ്പെടുത്തും. ഗ്രോട്ടോടെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വിജാതീയർ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുരിശു വരയ്ക്കും. അവരെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അതൊരു സ്പാർക്കുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. അവരെ വിളിക്കും ഇങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്.